ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ 2026 എന്ന് പറയുന്ന ഇയർ നമ്മളെ പോലെയുള്ള പി എസ് സി ആസ്പിരൻസിന് ധാരാളം പ്രതീക്ഷ നൽകുന്ന ഒട്ടേറെ എക്സാംസ് നടക്കാൻ പോകുന്ന ഒരു ഇയർ ആണ് അല്ലെ. LGS, കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിൽ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇങ്ങനെയുള്ള ധാരാളം എക്സാംസ് വരുന്നുണ്ട്. അതുപോലെ ഇനി LDCയും VFA ഒക്കെ വരാനിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എക്സാംസിനൊക്കെ വെറുതെ കേവലം നമ്മൾ എന്താണ് ഒരു കട്ട് ഓഫിന്റെ അടുത്ത് വരെ എത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ. കട്ട് ഓഫ് വെറുതെ മറികടന്നുകൊണ്ടും കാര്യമില്ല. നമുക്കൊരു ടോപ്പ് സ്കോർ അല്ലെങ്കിൽ ടോപ്പ് റാങ്ക് ആണ് ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ചില്ലറ കാര്യമല്ല, നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എപ്പോഴും എന്താണ്, ഒരു ഗ്രേറ്റർ ദാൻ 75 മാർക്സ് സ്കോർ ചെയ്യണം എന്നുള്ളതാണ്. അതൊരു ഈസി ടാസ്ക് അല്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പല എക്സാംസിന്റെയും ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം നല്ല സ്കോറിംഗ് ഉണ്ടായിരുന്ന പലരുടെയും എന്ത് ചെയ്യും, ആ ഒരു കറക്റ്റ് ആ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ബോർഡറിൽ മാർക്ക് ഉണ്ടായിരുന്നവരൊക്കെ നല്ലോണം താഴേക്ക് പോകും അല്ലെ. അപ്പോൾ ഒരു ഡേഞ്ചറസ് സോണിലോട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈനൽ ആൻസർ കീ എന്ന് പറയുന്ന എല്ലാവരുടെയും മനസ്സിലൊരു ഡേഞ്ചറസ് സോണാണ് അല്ലെ. എന്നാൽ ഇത് നമുക്ക് ഒരു സേഫ് സോണിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാക്സിമം നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് നമ്മൾ എക്സാമിന് കൊടുക്കണം. ഓക്കെ, ധാരാളം ചോദ്യങ്ങൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതിൽ നെഗറ്റീവ് കുറച്ച് അത്യാവശ്യം നല്ലൊരു സ്കോറിങ്ങിലോട്ട് നമുക്ക് എത്താനും സാധിക്കണം. അതിന് ഈ അറ്റംപ്റ്റ്സ് കൂട്ടാന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ കൂട്ടാൻ പറ്റില്ല അല്ലെ. നമുക്ക് അത്രയും കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. അവര് സിലബസിൽ തന്നിട്ടുള്ള പോർഷൻസ് അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അറ്റംപ്റ്റുകളും കൂട്ടാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ, നമ്മളുടെ ഇപ്പോഴേ നിങ്ങൾ സ്റ്റഡീസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന എക്സാംസിന് വേണ്ടി സ്റ്റഡീസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് SCRTയും അതുപോലെ തന്നെ PYQസും. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മെജോറിറ്റി ഷെയർ ഓഫ് മാർക്സും നിങ്ങൾക്ക് അടുത്തൊരു എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സംഭവങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ അവിടെ സിലബസിൽ പറയുന്ന കറണ്ട് അഫയേഴ്സിന് കുറച്ച് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചെടുത്താൽ മതി. ഓക്കെ, കാരണം കറണ്ട് അഫയേഴ്സ് LGSനാണെങ്കിലും ബാക്കിയുള്ള എക്സാംസിനും അത്രയും വെയിറ്റേജ് ഉള്ളതാണ്. അത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ, അത് അപ്കമിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. നമ്മുടെ അലോങ് വിത്ത് ഈ പറയുന്ന സ്റ്റഡീസിന്റെ ഒപ്പം നമ്മൾ കറണ്ട് അഫയേഴ്സ് കുറച്ച് പ്രാധാന്യം കൊടുത്ത് തന്നെ നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് ഈ പറയുന്ന LGS ഒക്കെ നേടാൻ SCRTയും PYQയും തന്നെ ധാരാളം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അടുത്തൊരു LGS നേടണം എന്നുള്ളവരാണെങ്കിൽ, ഇനിയിപ്പോ ഡിഗ്രി ലെവൽ ആണെങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന രണ്ട് സംഭവങ്ങളും അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ്, SCRT PYQ. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സംഭവങ്ങൾ അത്യാവശ്യം സെറ്റ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നല്ലൊരു കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾക്ക് കൂടുകയും ചെയ്യും. അത്യാവശ്യം നല്ലൊരു സ്കോറിങ് നിങ്ങൾക്ക് എന്താണ് അടുത്തൊരു എക്സാമിന് നേടാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം SCRTയുടെ പറയാം, അതിനുശേഷം PYQന്റെ ഞാൻ ചെയ്യുന്ന കാര്യവും പറയാം. അപ്പോൾ SCRT നിങ്ങൾക്കറിയാലോ, 5 തൊട്ട് 10 വരെയുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, പാർട്ട് 1, പാർട്ട് 2 ബേസിക് സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ഉണ്ട്. ഇതില് ബേസിക് സയൻസിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ സയൻസിൽ എക്കണോമിക്സ്, ഹിസ്റ്ററി, ജിയോഗ്രഫി. ഇത് ഹയർ ക്ലാസ്സസിലേക്ക് വരും തോറും ഈ ഒരു സെപ്പറേഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് സിലബസിൽ ഒരു പോർഷൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഇപ്പോൾ ജിയോഗ്രഫി ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഇപ്പോൾ ഒരു ഏരിയ എടുക്കുകയെന്ന് വെക്കും. ഇപ്പോൾ മാപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണെന്ന് വെക്കും. ഈ മാപ്പ് എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ സിലബസിൽ മാപ്പ് എന്ന് പറയുന്ന പോർഷൻ പഠിക്കാൻ പോവാം. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, SCRTയും കൂടെ ഒപ്പം നോക്കാമെന്ന് വെച്ചിട്ട് SCRTയിലെ പാഠഭാഗങ്ങൾ 5 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സുകൾ ഉണ്ട്, ആലോചിക്കണം. ഇതിൽ ഓരോന്നിലും 5 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സുകളുടെ ടെക്സ്റ്റിലും ഓരോ എന്താണ് ടെക്സ്റ്റിന്റെ ഭാഗത്തും ഇത്തിരി ഈ മാപ്പിനെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടത്തിയേക്കാണ്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ഒരു ക്ലാസ്സിലെ ടെക്സ്റ്റിൽ ഉണ്ടാവും. ഇപ്പോൾ 6ാമത്തെ ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, 7ാമത്തെ ടെക്സ്റ്റിൽ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, പിന്നെ 9ോട്ട് വരുമ്പോൾ വേറെ കുറച്ചുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കാൻ നിങ്ങൾ 5 തൊട്ട് 10 വരെയുള്ള എല്ലാ ടെക്സ്റ്റും, സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റുകളും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നുള്ളി പറക്കി എടുത്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിന് വേണ്ടി തന്നെ കുറേയധികം ടൈം ഈ പറയുന്ന SCRTക്ക് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് തോന്നും. ഒരു ടോപ്പിക്കാണ് നിങ്ങൾ എടുത്തത്, ഇങ്ങനെ എത്രയധികം ടോപ്പിക്സ് സിലബസിലുണ്ട് അല്ലെ. ഇതൊക്കെ കവർ ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും തപ്പി ചാപ്റ്റർ എടുത്ത്, അതിലെ ചിലപ്പോൾ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇങ്ങനെ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലെ ഈ ഒരു മൂലയ്ക്ക് കുറച്ച് പോർഷനെ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളെ പറയുന്നുണ്ടാവുള്ളൂ.
ഏതെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഹിസ്റ്ററി റിലേറ്റഡ് ആണെങ്കിൽ അതിലത്തെ ഇപ്പോൾ എന്താ പറയാ സമത്വ സമാജം അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്നൊക്കെ പറയുന്നത് ഒരു ഏരിയയിൽ കുറച്ച് പോർഷനിലേ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ ഓരോ പാഠഭാഗത്തിലും കുറച്ച് കുറച്ച് പോർഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ 5ാമത്തെ 7ാമത്തെ ഒക്കെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പോർഷൻ ഉണ്ടാവും. ഇത് ഓരോന്നും നിങ്ങൾ നോക്കിയെടുത്ത് വായിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് തന്നെ എന്താണ് ഏതൊക്കെ പാഠം നോക്കി അല്ലെങ്കിൽ എന്താണ് ഇന്ന പാഠങ്ങൾ നോക്കി ഒരു ആകെ ഒരു മെസ്സായിട്ട് തോന്നും. സ്റ്റഡീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ആകെ ഒരു കോംപ്ലിക്കേറ്റഡ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ഇത് ഓക്കെ ആയിട്ടുള്ളവർക്ക്, അതായത് സിലബസിൽ പറഞ്ഞിട്ടുള്ള പോർഷൻ സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ട് 5 തൊട്ട് 10 വരെയുള്ള പാഠഭാഗങ്ങൾ ഓരോന്നും നോക്കി എടുത്ത് ചെയ്യുന്നവർക്ക് ഓക്കെ, അതാണ് എളുപ്പമെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ഓക്കെ. എനിക്ക് പേഴ്സണലി അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ തപ്പിയെടുത്ത് ഓരോന്നും ഓരോ പോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ച് തീർത്തിട്ട് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ SCERT ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എടുക്കുന്നുണ്ട്. SCERT ക്ലാസ് അതിന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ്. അതിൽ ഞാൻ എടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, കറക്റ്റ് 5ന്റെ ആ ഒരു ഓർഡറിൽ ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ് പാർട്ട് 1 പാർട്ട് 2 എല്ലാ ചാപ്റ്റേഴ്സ് ക്ലാസ് എടുക്കും. അതിനുശേഷമേ 6ലേക്ക് പോകുള്ളൂ. അപ്പോൾ നമ്മളുടെ മനസ്സിലും ഒരു ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. 5ൽ ഏതൊക്കെ പാഠഭാഗങ്ങളുണ്ട്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാവും. നമ്മൾ അവിടെ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ വരും. അത് ഇന്ന ഏരിയ ഇന്ന പാഠഭാഗത്തിലെ ഏരിയയിലെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ കറക്റ്റ് ഓർഡറിലാണ് ചെയ്യുന്നത്. ഇത് അലോങ് വിത്ത് ടെസ്റ്റ് സീരീസ് എടുത്തവർക്ക് അങ്ങനെയും കിട്ടുന്നുണ്ട്. അല്ലാതെ ടെസ്റ്റ് സീരീസ് അല്ലാതെ നിങ്ങൾക്ക് SCERT മാത്രമാണെങ്കിൽ അങ്ങനെയും കിട്ടും ക്ലാസ്. ഓക്കെ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇങ്ങനെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരില്ല. കൃത്യമായിട്ട് ആ ഒരു ഓർഡറിലാണ് നമ്മൾ പോകുന്നത്. ഓരോ പാഠഭാഗത്തിലും ഇപ്പോൾ ഒരു പോർഷൻ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ മാപ്പ് എന്ന് പറയുന്ന പോർഷൻ ഫസ്റ്റത്തേലും 5ലും കാണും, നമ്മൾ 6ലും കാണും. എന്നാലും നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ട്. അതായത് ഇവർ ആ ഒരു കോൺസെപ്റ്റ് ചെറിയ ആ ഒരു ക്ലാസിന്റെ ടെക്സ്റ്റിൽ നിന്ന് ബിൽഡ് ചെയ്താണ് പിന്നീട് അങ്ങോട്ടുള്ള ടെക്സ്റ്റിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വരില്ല. നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് എല്ലാ പാഠഭാഗത്തിലെ എല്ലാ ഏരിയാസും ടച്ച് ചെയ്ത് പോകാൻ പറ്റും. അത് സിലബസിലെ ഏരിയാസ് എന്നുള്ളതിനേക്കാൾ ഉപരി SCERT എന്ന് പറയുന്നത് നിങ്ങൾ സെപ്പറേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു മേഖലയായിട്ട് വയ്ക്കുക. സിലബസിലെ പോർഷൻ വിത്ത് SCERT എന്നുള്ളതിനേക്കാൾ ഉപരി എന്തൊക്കെ പോർഷൻസ് ആണ് SCERTയുടെ വേണ്ടത് എന്നുള്ളത് ഒബ്വിയസ്ലി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ SCERT പഠിക്കാൻ ഒരു സ്പെസിഫിക് ടൈം മാറ്റി വയ്ക്കുക. അത് ഈ സിലബസിലെ പോർഷൻ എടുത്ത് പഠിക്കുന്നേക്കാളും നല്ലത് ഓരോ SCERT പാഠഭാഗങ്ങൾ ഓരോ ക്ലാസ്സിന്റെ നോക്കുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ പാഠഭാഗം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാനൊരു എക്സാമ്പിളിന് പറയാണ്. ഞാൻ ബേസിക് സയൻസിൽ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ ഈ ഒരു വാക്സിനേഷൻ ചാർട്ട് നമുക്കുണ്ട് പഠിക്കാൻ. അപ്പോൾ ഇതിൽ ഓൾറെഡി മുൻപ് ചോദ്യം വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണെന്ന് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് വാക്സിനേഷന്റെ ഫുൾ ഫോമുകൾ എന്താണ്, അതുപോലെ തന്നെ ഏതൊക്കെ വയസ്സിലാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൽ ഏതൊക്കെ വാക്സിൻ ഏതൊക്കെ ഡിസീസിന് എഗൻസ്റ്റ് ആയിട്ടാണ്, ഏത് അസുഖത്തിന് എഗൻസ്റ്റ് ആയിട്ടാണ്, വൈറസ് മൂലമാണോ, ബാക്ടീരിയ ആണോ, പ്രോട്ടോസോവയാണോ, ഫംഗസ് ആണോ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ് അതിന്റെ എക്സ്ട്രാ ഫാക്ട്സ് ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ പെന്റാവാലൻ വാക്സിൻ എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പെന്റാവാലൻ വാക്സിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലിപ്പോൾ റോട്ടോ വൈറസ് എന്നൊക്കെ വെറുതെ പറഞ്ഞു, എന്താണ് റോട്ടോ വൈറസ് മൂലം ഉണ്ടാവുന്നതും എന്നൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അല്ലാതെ നമ്മൾ വെറുതെ ഇപ്പോൾ ഈ ഒരു ചാർട്ട് നോക്കി കുറച്ച് ഫുൾ ഫോമുകളിൽ നോക്കി നമ്മൾ ബൈ ഹാർട്ട് പഠിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, പിന്നെയും നമുക്ക് അത് മനസ്സിലിരുത്തി പഠിക്കാൻ ശ്രമിക്കേണ്ടി വരേണ്ടതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഉള്ളിക്കേറിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിലും കണക്റ്റഡ് ഫാക്ട്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വയം സെർച്ച് ചെയ്തെടുത്തിട്ട് പഠിക്കാം. അത് പക്ഷെ നമ്മുടെ അതിന് സമയം കണ്ടെത്തി മെനക്കെടണം എന്ന് മാത്രം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണം, ഒരു ബാക്ക് സപ്പോർട്ട് വേണം. SCERT പഠിച്ചെടുക്കാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എൻ്റെ SCERT ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഡെമോ ക്ലാസ് അവൈലബിൾ ആണ്. അതിന്റെ എനിക്ക് ഒരു ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ അടുത്തൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ്. 5ാം ക്ലാസ്സിലെ തന്നെ പാർട്ട് 2 സോഷ്യൽ സയൻസ് ടെക്സ്റ്റിൽ MGNREGS എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ചോദ്യ പേപ്പറിലും കാണാനുള്ള ഒരു ചോദ്യമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. പക്ഷേ നമ്മൾ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ കേവലം ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ടെക്സ്റ്റിലുള്ളതല്ലേ ചോദിക്കുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ഇത് മാത്രം നോക്കരുത്. ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് എന്ന് വന്നു, ഓക്കെ, എന്നാണ് വന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങളിൽ വരുന്നത്, അതുപോലെ ഇതിന്റെ പഞ്ചായത്ത് ലെവലിലാണെങ്കിൽ ഇതിന്റെ രജിസ്ട്രേഷൻ ഓഫീസർ ആരാണ്, ഇപ്പോഴത്തെ കേരളത്തിലെ ഇതിന്റെ വരുമാനം എത്രയാണ്, ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന ഈ MGNREGS സ്കീമിലെ വരുമാനം കൊടുക്കുന്ന സംസ്ഥാനം ഏതാണ്, അറ്റ് പ്രസന്റ് റേറ്റ് എത്രയാണ്, ഇങ്ങനെയുള്ള ധാരാളം ഫാക്ട്സ് MGNREGS ആയിട്ട് പഠിക്കണം. കാരണം ലാബ് അസിസ്റ്റന്റ് എക്സാമിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ടെക്സ്റ്റിൽ ഇല്ലാത്ത ചോദ്യമാണ് ചോദിച്ചത്. ടെക്സ്റ്റിൽ ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു, ബാക്കി അവര് വേറെ സ്ഥലത്തു നിന്നാണ് ഇട്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ
ഇത് എടുത്തു കഴിഞ്ഞു ഓൾറെഡി പോർഷനൊക്കെ. അപ്പോൾ അതിൽ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ കോട്ട് ചെയ്ത് തന്നെയാണ് ഞാൻ പഠിപ്പിച്ചത്. അതിൽ എങ്ങനെയാണ് ചോദ്യം വന്നത്, എന്തായിരുന്നു ഉത്തരം, അതുപോലെ ഇതിന്റെ എക്സ്ട്രാ ഫാക്ട്സും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. എന്ന് വന്നു, ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇത് വന്നത് എന്നുള്ള എക്സ്ട്രാ ഫാക്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇത് ലൈഫ് മിഷൻ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ whenever you are studying these type of topics, അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പറയുന്ന ടോപ്പിക്സ് SCRT കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അതിനോട് വേണ്ട അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒപ്പം നോക്കാൻ ശ്രമിക്കണം. ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഏതൊരു പോർഷനും ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കൂടാതെ അതിന്റെ ഒരു എന്താ പറയാ അസോസിയേറ്റഡ് ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ഏത് ടൈപ്പ് ഓഫ് എക്സാമിനാണെങ്കിലും നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ റിനൈസൻസ് ലീഡർ, ഇപ്പോൾ LGS ലെവലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിനൈസൻസ് ലീഡേഴ്സിൻ്റെ എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ക്ലാസ്സുകളിലായിട്ട് ഓരോ റിനൈസൻസ് ലീഡറിനെ കുറിച്ച് ജസ്റ്റ് ആ ലീഡറിനെ കുറിച്ചല്ല, അവർ കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് ജസ്റ്റ് അദ്ദേഹം കൊണ്ടുവന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മിശ്ര ഭോജനം, അതുപോലെ സമത്വ സമാജത്തിന്റെ സമപന്തി ഭോജനം, ഇതൊക്കെ അയ്യാ വൈകുണ്ഠ സ്വാമിനെ കുറിച്ച് ആ കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പഠിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പരിപാടി റിനൈസൻസ് ലീഡർ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള LGS ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഏത് ലെവൽ ഓഫ് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ നവോത്ഥാന നായകരുടെ കാര്യങ്ങൾ വരുമ്പോൾ ആ നവോത്ഥാന നായകരെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയാറുണ്ട്. ഓക്കെ, ഏത് വർഷമാണ് അവരുടെ ആ ഒരു ജീവിത കാലഘട്ടം, അതുപോലെ അവർ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ അവരുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇനി അവരുടെ കൊട്ടേഷൻസ് ഇതൊക്കെ കൂട്ടി തരത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ SCRT ടെക്സ്റ്റിലെ ഈ ഒരു ഭാഗങ്ങൾ വരുമ്പോൾ നമ്മൾ ആ പറയുന്ന നവോത്ഥാന നായകരുടെയും എന്ത് ചെയ്യണം, ഇങ്ങനെ എടുത്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ബുദ്ധിമുട്ട് തോന്നില്ല. അല്ലാത്ത പക്ഷം നമുക്ക് ഇത് കേവലം നമ്മൾ വായിച്ചു പോകും, അത് മാത്രമല്ലേ ചോദിക്കൂ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അതിന്റെ അപ്പുറത്തേക്കും ചോദിക്കും. അപ്പോൾ രണ്ടാമത് SCRT പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് പറയാനുള്ളത്, അതിന്റെ എക്സ്ട്രാ ഫാക്ട്സ്, അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടി പഠിച്ചെടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒരു കാര്യങ്ങൾ പോലും ഇതിൽ വിട്ടുകളയാൻ അങ്ങനെ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ചില കാര്യങ്ങളൊക്കെ അവര് എന്താണ് ഒരു ഇങ്ങനെ ടേബിൾ പോലെയൊക്കെ തരും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ഫിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ ഓക്കെ, പഠിക്കാൻ എളുപ്പമാണ്. അല്ലാത്ത പക്ഷം ഇതിപ്പോ 5ാം ക്ലാസ്സിന്റെ ഏതുകൊണ്ടാണ് നമ്മൾ 8, 9ലേക്കൊക്കെ വരുമ്പോൾ കെമിസ്ട്രി ഒക്കെ ധാരാളം പ്രവർത്തനങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ നമുക്കൊരു എന്താണ് സപ്പോർട്ട് വേണ്ടി വരും, പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. നിങ്ങൾക്ക് ഒന്നിലേക്ക് ക്ലാസ്സുകൾ കാണാം, യൂട്യൂബിൽ അവൈലബിൾ ആണെങ്കിൽ. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഓർഡറിൽ എല്ലാ ക്ലാസ്സുകളും കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്തെടുത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഓർഡറിൽ 5 തൊട്ട് 10 വരെയുള്ളത് ഈ പറയുന്ന സയൻസ്, സോഷ്യൽ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ജോയിൻ ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാരണം ഇപ്പൊ നമുക്ക് സാവധാനം എടുത്ത് SCRT പാഠഭാഗങ്ങളൊക്കെ പഠിക്കാനുള്ള സാവകാശമുണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ SCRTയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പഠിക്കണം എല്ലാ പോർഷൻസും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടത്. അതിന്റെ ടെസ്റ്റ് സീരീസ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പൊ SCRTയുടെ ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ചെയ്യാം. ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ എത്തിയതിനു ശേഷം അത് സ്റ്റാർട്ട് ചെയ്യും. ഓരോ ഭാഗങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് എങ്ങനെ വേണം എന്നുള്ളത്. അത് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് തന്നെ ഓരോന്ന് മാർക്ക് ചെയ്ത് ഇന്നൊരു ചോദ്യമായി വരാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് SCRT പോർഷൻസ് നല്ല രീതിയിൽ കവർ ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഓരോ ദിവസവും ഒരു സ്പെസിഫിക് ടൈം ഈ പറയുന്ന SCRT പാഠഭാഗങ്ങൾക്കായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ SCRT കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പാർട്ട് 1ലും പാർട്ട് 2ലും ആയിട്ട് ധാരാളം ചാപ്റ്റേഴ്സ് കിടക്കുന്നുണ്ട്. വളരെ അധികം അംഗമായിട്ടൊക്കെ കുറെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം, എനിക്ക് നാലാമത് പറയാനുള്ളതാണ്, ഇതിൽ വേണ്ട പോർഷൻസിന്റെ വേണ്ടാത്തതാണ്. ഓക്കെ, കുറേയധികം നമുക്ക് നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടതുണ്ട്, വേണ്ടാത്തതും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. നമ്മളൊരു PSC ആസ്പിരന്റ് ആണ്, അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു പോയാൽ മതി. ഓക്കെ, വർഷം, അതുപോലെയുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടു ദ പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ എക്സാം നോക്കി കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിലെ ഒരു പാഠപുസ്തകത്തിലെ ചോദ്യമാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അതൊരു ബോക്സിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഏത് ലെവൽ, ഡിഗ്രി ലെവൽ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് SCRT മസ്റ്റ് ആണ്. SCRTയിലെ കണ്ടന്റുകൾ മസ്റ്റ് ആണ്. അതിൽ ഈ പറയുന്ന 6, 8, 10 ക്ലാസ്സുകളിൽ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ എക്സാംസിനൊക്കെ അവർ ഇംപ്ലിമെന്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഈ പുതിയ ടെക്സ്റ്റ് എന്നുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ ടെക്സ്റ്റിലെ ഫാക്ട്സും ഒരു പരിധി വരെ ആവശ്യമാണ്. ഇപ്പൊ എക്കണോമിക്സിന്റെ ഏരിയയൊക്കെ എത്തുമ്പോൾ അത്യാവശ്യം കുറേയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറേയധികം ധനതത്വ ശാസ്ത്രജ്ഞന്മാരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അവരുടെ കൊട്ടേഷൻസ്, അവരുടെ ബുക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. അല്ലാതെ നമ്മളിപ്പോ ഒരു സിലബസ് വൈസ് ഓരോ പോർഷൻ എടുത്തിട്ട് നോക്കി പഠിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. അപ്പൊ ഒരു പക്ക ഓർഡറിൽ സോഷ്യലും സയൻസും പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
ഓക്കെ, ഇനി LGSനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ബയോളജിക്ക് ഇത്തിരി വെയിറ്റേജ് ഉണ്ട് സിലബസ് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അതിനെത്തിരി കൂടുതൽ സമയമെടുത്ത് പഠിക്കേണ്ടി വരും. എസ്പെഷ്യലി ഈ പറയുന്ന നമ്മുടെ എന്താ പറയാ ബോഡി ആയിട്ട് ഹ്യൂമൻ ബോഡി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട്. അവർ 2 സെക്ഷൻ ആയിട്ടാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. കുറച്ച് വെയിറ്റേജ് ഉള്ളതാണ്. അതുപോലെ ഫിസിക്സ് കെമിസ്ട്രിക്കും അത്യാവശ്യം ഉണ്ട്. കേരള ജിയോഗ്രഫിക്കും അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. കറണ്ട് അഫയേഴ്സിന് ഓൾറെഡി ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാലോ. ഈ കേരള ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ ധാരാളം അവർ കുറെ ഫാക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ളത്. അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. കേരള ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് നമ്മൾ ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ട് വരുന്ന എക്സ്ട്രാ ഫാക്ട്സ് ആണ് മെയിൻലി പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ നിങ്ങളോട് ജസ്റ്റ് പറയാണ്. ഇപ്പോൾ ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ട് പ്രഖ്യാപിച്ച ഒരു വർഷം ഉണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ വേറെ ഒരു ഒട്ടക വർഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു വർഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ അതിന്റെ എക്സ്ട്രാ ഫാക്ട് എന്നുള്ള രീതിയിൽ ഇപ്രാവശ്യത്തെ 2025 ഇന്റർനാഷണൽ ഇയർ എന്തിന്റെയാണ്, അത് കുറേയധികം തീമുകളുള്ളതായിരുന്നു. 2026 എന്താണ് എന്നുള്ളത് കൂടാതെ 2026 ഇയർ ഇന്റർനാഷണൽ ഇയർ എന്താണ് എന്നുള്ളത് ഞാൻ പറയുകയും അതിനോടൊപ്പം ആ ഇന്റർനാഷണൽ ഇയർ ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പോരല്ലേ, എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയണമല്ലോ, അത് കൃത്യമായിട്ട് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു പാഠഭാഗം റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിലാണ് എടുത്തത്. അപ്പൊ അങ്ങനെ കറണ്ട് അഫെയർ ഓറിയന്റഡ് ആയിട്ട് വരുന്ന ടെക്സ്റ്റിലെ ഫാക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്യണം, കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ SCERT അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ SCERT ഇങ്ങനെ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഒരു എക്സാം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോറിങ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ടെക്സ്റ്റിലെ പല കാര്യങ്ങളും അവർ അതുപോലെ തന്നെ എടുത്ത് ചോദിക്കുന്നുണ്ട് പലതും. അപ്പൊ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അതിന്റെ സർഫസ് ലെവൽ മാത്രം പഠിച്ചാൽ പോരാ, കുറച്ചും കൂടെ ഇൻഡെപ്തിലും കൂടെ പഠിക്കുന്നത് നല്ലതായിരിക്കും. അലോങ് വിത്ത് ദ റാങ്ക് ഫയൽ ആൻഡ് കറണ്ട് അഫെയർ ഫാക്ട്സ് നിങ്ങൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം PYQ സംബന്ധിച്ചിട്ടുള്ള അല്ലെ, PYQനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, അതായത് 20 മുതൽ 25 വരെയുള്ള അത്യാവശ്യം ചോദ്യ പേപ്പർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടെ. കാരണം ഈ വീഡിയോക്ക് ഇത്തിരി ലെങ്ത് കൂടിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന തരത്തിൽ എനിക്ക് അധികം യൂസ്ഫുൾ ആയിട്ടും തോന്നിയ കാര്യം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പൊ SCERT നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന, കുറച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്കൊരു ബാക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരാളുടെ ക്ലാസ് കേട്ട് അങ്ങനെ പഠിച്ചു പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.